ജാസി തുണി പൊക്കി കാണിച്ചു എന്നാണ്. അപ്പോൾ ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുമ്പോൾ ഈ തുണിപൊക്കി കേസ് ഇതുവരെ കഴിഞ്ഞില്ലയോ? എന്നെടുത്താലും ജാസി തുണിപൊക്കി കാണിച്ചു, ജാസി തുണിപൊക്കി കാണിച്ചു, ജാസി തുണിപൊക്കി കാണിച്ചു. ഈ തുണിപൊക്കി കാണിക്കുന്നതിന് അപ്പുറത്താണ് കിഡോസ്കി മറുപടിയും കിട്ടുന്നു, എന്നാലും വന്നിട്ട് ജാസി തുണിപൊക്കി കാണിച്ചു. എന്തൊരു ശല്യം ഇത്! ഇനി ഈ വീഡിയോ കണ്ടപ്പോ, ഹെലന്റെ മറുപടി വീഡിയോ കണ്ടപ്പോ ജാസിയുടെ മാതാവിന് അതീവ വിഷമമുണ്ടായി. അന്നേരം ജാസിയുടെ ഉമ്മാനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കാണരുത്. നിങ്ങൾക്ക് ആരെങ്കിലും ഇത് അയച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി നിങ്ങൾ കാണരുത്. ഡിസ്ക്ലൈമർ ആണ്, ഡിസ്ക്ലൈമർ. കാണരുത്, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമെന്നാണ് ഹെലൻ പറഞ്ഞു തുടങ്ങുന്നത്. നമ്മളെ ആദ്യമായിട്ട് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്, നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഹൈപ്പ് കൊടുത്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, കമന്റ് ബോക്സ് എന്തെങ്കിലും കമന്റ് ഇട്ടേക്കുക. കൂടുതൽ അടിച്ചു വളർക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, കുറച്ച് നാളുകൾ കൊണ്ട് ജാസിന് ലൈം ലൈറ്റിൽ സൂര്യ തേജസ്സോടെ കത്തി ജ്വലിച്ച് കത്തി നിൽക്കുകയാണ്. പക്ഷെ കത്തി തീർന്ന് കൈക്കട്ടയായിരുന്നു ചില സമയങ്ങളിൽ ഒരു സംശയം തോന്നാറുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം അറിയാത്തവർക്ക് നമ്മൾ റീക്യാപ്പ് പറയാം. ജാസി ആദ്യം ഞാൻ പ്രഗ്നന്റ് ആണ്, സത്യമായിട്ടും ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് സാധനം ഇറക്കി. ഈ പ്രഗ്നന്റ് ഉടായ്പാണെന്ന് മനസ്സിലായപ്പോഴത്തേനും ഞാൻ സർജറി ചെയ്തു. ഞാൻ ബ്രസ്റ്റ് സർജറി ആണ് ചെയ്ത, ഡൗൺ സർജറി അത് ഞാൻ പറയത്തില്ല, ഞാൻ സർജറി ചെയ്തു. എന്തൊരു സർജറി ചെയ്തു? പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്ക് പോകുന്ന ദൂരത്തിൽ ഒരു 3.25 കിലോമീറ്റർ കൂടെ ഉള്ളൂ എന്നൊക്കെ രീതി വന്നിട്ട് കുറെ താളം വിട്ട്. എന്നിട്ട് ഇത് പല ആൾക്കാരും സംശയം പ്രകടിപ്പിച്ചപ്പോഴത്തേനും ഹെലനെ വിളിച്ച് തുണി ഊരി കാണിച്ചു. പൊക്കി കാണിച്ചു എന്ന് പറയുന്നതാണ് ഇപ്പൊ പ്രശ്നം. തുണി ഊരി കാണിച്ചു, മാറ്റി കാണിച്ചാണ് പ്രശ്നം. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി, തമ്മിലടി, അങ്ങനെ കുറെ വിഷയങ്ങളാണ് നടക്കുന്നത്. നമുക്ക് ആദ്യം ജാസിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നമുക്ക് ഹെലന്റെ സെൻസർ ചെയ്ത സാധനത്തിലേക്ക് പോവാം. ആദ്യം സെൻസർ ചെയ്യാത്ത ജാസിയുടെ വീഡിയോ. ജാസി തുണി പൊക്കി കാണിച്ചു എന്നാണ്. അപ്പോൾ ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ വിചാരിക്കുന്നത് ഈ ട്രാൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഈവൻ ട്രാൻസ് വന്ന ആൾക്കാരൊക്കെ ഇതേപോലെ തുണി പൊക്കി കാണിക്കുന്നവരാണോ എന്നാര് പറഞ്ഞു? അതായത് എന്നെ മാത്രം എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നു, എന്നെ മാത്രമല്ല ഫുൾ ട്രാൻസിനെ അറ്റാക്ക് ചെയ്യണം, മനസ്സിലായോ? എന്നാലേ ട്രാൻസ് കമ്മ്യൂണിറ്റി മൊത്തം എന്റെ കൂടെ നിൽക്കത്തുള്ളൂ. അതിനുവേണ്ടി ജാസിയെ വ്യക്തിപരമായി പറഞ്ഞതിന് മൊത്തം ട്രാൻസ്ജെൻഡറിനെ പിടിച്ച് അതിനകത്തോട്ട് വലിച്ചിടുവാണ്. ഈ ട്രാൻസിൽ എല്ലാവരും പോയി തുണി പൊക്കി കാണിച്ചു, തുണി കാണിച്ചു, അങ്ങനെയുള്ളവരല്ല. വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന, വകതിരിവുള്ള, ബുദ്ധിബോധമുള്ള ഒരുപാട് ട്രാൻസ് ആൾക്കാരുണ്ട്. ആ ട്രാൻസ് ആൾക്കാർക്കെല്ലാം അപമാനം സൃഷ്ടിക്കുന്ന, നിങ്ങളെ പോലെ വളരെ വിരളിൽ എണ്ണാൻ പറ്റുന്ന ചുരുക്കം ആളുകളുണ്ട്. നമ്മളിപ്പോ ഒരു കിണറ്റിൽ കുറെ വെള്ളമുണ്ട്, അതിലേക്ക് നമ്മൾ കുറച്ച് വിഷം കോരിയിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തം വിഷമായി. ഇതാണ് സംഭവം. ട്രാൻസില് വളരെ കുറച്ച് ബോധമില്ലാത്ത, വിവരമില്ലാത്ത, പൊക്കണമില്ലാത്ത ആൾക്കാരുണ്ട്. അവരെ വെച്ചിട്ട് മൊത്തം ആൾക്കാരും ബോധമില്ലാത്തതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ജാസിയുടെ വിഷയത്തിൽ മറ്റാർക്കും അങ്ങനെ അഭിപ്രായം ഇല്ല. ഇത് ജാസിയിൽ മാത്രം വ്യക്തിപരമായി അധിഷ്ഠിതമായ വിഷയമാണിത്. ട്രാൻസ് എല്ലാം തുണിപൊക്കി കാണിക്കുന്നവരാണ് എന്നൊന്നും അഭിപ്രായം ആർക്കും ഇല്ല. അതിൽ ഒത്തിരി ബുദ്ധിയും വിവരവും ബോധവും ഒക്കെ ഉള്ള, സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന, എങ്ങനെ പെരുമാറണമെന്നറിയാവുന്ന, എന്തൊക്കെ സംസാരിക്കാൻ പാടില്ലെന്ന് അറിയാവുന്ന ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്. നിങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ജാസിയെ പോലത്തെ കുറെ ആൾക്കാർ ഉണ്ട്. എന്ത് പറയണമെന്ന് അറിയത്തില്ല, നമുക്ക് എങ്ങനെ റീച്ച് ഉണ്ടാക്കിയാണെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആണ്, സത്യം ഞാൻ പ്രഗ്നന്റ് ആണ്, മീഡിയ കടന്നുള്ള എന്നൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതായത് കോപ്രായം കാണിക്കുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ജാസി അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി ഞാൻ ഒന്നും പറയില്ല. ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വ്യക്തിയല്ല. ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരാളല്ല, ഒന്നുമല്ല. ഞാനായിട്ട് ജീവിക്കുന്നു, ഞാനായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പുറത്ത് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, ഈ എന്താണ് ഹൈദരാബാദ് അല്ലെങ്കിൽ ഗുജറാത്ത്, അങ്ങനെ വലിയ വലിയ യാത്രകൾ ചെയ്യുമ്പോൾ ഈ ട്രെയിനിൽ വരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി പൊക്കി കാണിക്കും. അപ്പൊ ജാസി അത്തരം ഒരു പ്രവൃത്തിയാണ് ചെയ്തത്, അല്ലെങ്കിൽ ജാസി അങ്ങനെയുള്ള ഒരു മനോഭാവമുള്ള ഒരാളാണെന്ന് കുറെ ആൾക്കാരൊക്കെ വരുത്തി തീർത്തിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് ഇതിൽ കഥ അറിയാതെ ജാസി തുണി പൊക്കി കാണിച്ചു എന്നാണ്. എന്റെ പൊന്നു ജാസി, അത്തരത്തിലൊരു മനോഭാവമാണ് ജാസി ഇവിടെ പ്രകടിപ്പിച്ചത്. ഒരു പെൺകുട്ടി, ഇപ്പൊ ജാസിയുടെ ഒരു വേർഷൻ പ്രകാരം ഒരു പെൺകുട്ടി എന്റെ ഫ്രണ്ടാണ്, അപ്പൊ ഞാൻ സ്ത്രീയാണോന്ന് സംശയമുണ്ട് എന്ന് പ്രകടിപ്പിച്ചു. സർജറി കഴിഞ്ഞെന്ന് ഉടനെ ഡ്രസ്സ് അങ്ങോട്ട് ഊരി കാണിച്ചു. ഇതാണ് പറയുന്ന സാധനം. അപ്പോ ട്രെയിനുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞ് രണ്ടിനെ തുണിമുക്കി കാണിക്കുന്നവരെ അങ്ങനെയല്ല ഞാൻ എന്നാണ് ജാസി പറയുന്നത്. ജാസിയോട് എന്റെ ഒരു സിമ്പിൾ ചോദ്യം, ജാസി പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്കുള്ള യാത്രയിലാണ്. ഇനി 3.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ആയിട്ട് കുറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ആ ഒരു യാത്രയിലാണ്. ആ യാത്ര പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും താങ്കളുടെ സ്ത്രീയായി മാറിയതിനു ശേഷം താങ്കൾ ഒരുത്തൻ വന്നിരുന്ന മോശം പറഞ്ഞു. അപ്പൊ താങ്കൾ അബദ്ധവശാൽ വായന തെറ്റുപറ്റി താങ്കൾ പറഞ്ഞു, എടാ നിനക്കൊക്കെ ആണത്തുണ്ടോടാ, നീക്കൊരാണാണോടാ എന്ന് ചോദിച്ചു എന്ന് കരുതുക. അങ്ങനെ സംഭവിക്കത്തില്ല, അങ്ങനെ സംഭവിച്ചു എന്ന് കരുതുക. അപ്പൊ ഈ ആണുടനെ ലവനാണോ ലവളാണോ ജാസിക്ക് ഞാൻ പുരുഷനാണോ സംശയം എന്ന് പറഞ്ഞിട്ട് തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുവദിക്കുവോ?
ആ ഒരു സാധനമാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരാളെ തുണി പൊക്കി കാണിക്കാനോ തുണി ഉരി കാണിക്കാനോ അതൊരു മ്ലേച്ഛകരമായ സാധനമാണ് മനസ്സിലാക്കുക. അത് മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉരി കാണിച്ചാലും വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചാലും അത് മോശമായിട്ടുള്ള സാധനം തന്നെയാണ്. രണ്ടുപേരുടെ കൺസെന്റോടെ ആണെങ്കിൽ നിങ്ങൾ കാണിച്ചോട്ടോ, അഡൽട്ട് അല്ലേ, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കൺസെന്റ് ഇല്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പറയട്ടെ, ഇപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ എന്ത് സർജറി ആണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, എന്തിനാണ് താല്പര്യപ്പെടുന്നത്? എന്തിനാണ് ഇത്? അതായത് ജാസി എന്ത് സർജറിയാണ് ചെയ്തതെന്ന് അറിയാത്ത കേരളത്തിൽ 3 പേരേ ഉള്ളൂ. വെറും 3 പേരേ ഉള്ളൂ ജാസി എന്ത് സർജറിയാണ് ചെയ്തതെന്ന് അറിയാത്ത ആൾക്കാര്. 1 ജാസി, 2 ജാസിയുടെ കൂടെയുള്ള ആഷി, 3 ജാസിയുടെ ആഷിയുടെ കൂടെയുള്ള ശ്രീലക്ഷ്മി. നിങ്ങൾക്ക് 3 പേർക്കൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം നിങ്ങൾ ഡൗൺ സർജറി അല്ല ചെയ്തത്, ടോപ്പ് സർജറിയാണ് ചെയ്തതെന്നുള്ളത്. ജാസി പറയുന്നു ഞാൻ എന്ത് സർജറിയാണ് ചെയ്തതെന്ന് പറയാൻ എനിക്ക് സൗകര്യമില്ല, അത് ഞാൻ പറയാൻ താല്പര്യമില്ല. പക്ഷെ റെനെ മെഡിസിറ്റിയിൽ ഇപ്പൊ ഡൗൺ സർജറി ഇല്ല. ഞാൻ റെനെ മെഡിസിറ്റിയിലാണ് സർജറി ചെയ്തത്, ഇപ്പൊ റെനെ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ഇല്ല. പക്ഷെ എന്ത് സർജറിയാണ് ചെയ്തതെന്ന് ഞാൻ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഡൗൺ ആണോ ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ബുദ്ധിയും വിവരം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലൊരു പൊട്ടന്മാരാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞത് എവിടെ പോയി നിൽക്കുന്നത്? ജാസി ബാക്കി പറ, ഇതൊക്കെ എന്ത് പറയാനാണ്? അത് എനിക്ക് ഇനിയിപ്പോ ജാസി ഡൗൺ ആണോ ചെയ്തത്, ജാസി ബ്രസ്റ്റ് ആണോ ചെയ്തത്, അല്ലെങ്കിൽ ജാസി വേറെ എന്തിനാണോ ചെയ്തത്, താല്പര്യമില്ല എനിക്ക് പറയാൻ. താല്പര്യപ്പെടരുത്, ഒരിക്കലും താല്പര്യപ്പെടരുത്. താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴേ തുറന്നു കാണിച്ചു എന്നല്ലേ പറഞ്ഞത്. താല്പര്യപ്പെടരുത്. ഇപ്പൊ പൊക്കി കാണിച്ചു എന്ന് പറയുന്നതാണ് പ്രശ്നം, അല്ലെ പൊന്തിച്ചു കാണിച്ചു എന്ന് പറയുന്നതാണ് പ്രശ്നം. ഒരിക്കലും അരുത് കേട്ടോ, ഒരിക്കലും അരുത്. നമുക്ക് ബാക്കിയേക്കാം. ഒന്നെങ്കിൽ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോട്ടം സർജറി ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഇവിടെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഏതെങ്കിലും ട്രാൻസ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചെയ്തത് ബ്രസ്റ്റ് സർജറി മാത്രമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഡൗൺ സർജറി മാത്രമാണ് ഏതെങ്കിലും ട്രാൻസ് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ് ഉണ്ടെങ്കിൽ പറയേ നിങ്ങൾ ചെയ്ത സർജറിയെ കുറിച്ച് പറയുന്നിട്ട് നിങ്ങൾ പുഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. പക്ഷേ ജാസി ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പ് ഇങ്ങനെ സർജറി ചെയ്ത ആളുകള് വന്നിട്ട് ഞാൻ സർജറി ചെയ്യാൻ പോവാണേ, പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് ഞാൻ പോകുന്ന ദൂരത്തിന് ഇനി ഒരു 3.5 സ്റ്റെപ്പും കൂടെ എടുത്തു വെച്ചാൽ ഞാൻ സ്ത്രീയായിട്ട് മാറുവേ, കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സ്ത്രീയുടെ ഒരു സൗന്ദര്യം എന്നിൽ പ്രതിഫലിക്കുന്നേ എന്നൊന്നും പറഞ്ഞിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ല. അവര് അവരുടെ ഹോർമോൺ ചേഞ്ചോ അവരുടെ ഫീലിങ്സോ നിറവേറ്റാനായിട്ട് നിങ്ങൾ ചെയ്ത പോലെ തന്നെ സർജറി ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം അതിനെ ഒരു കണ്ടന്റ് ആക്കി അത് റീച്ച് ആക്കി നോക്കാൻ ഇവിടെ നോക്കിയിട്ടില്ല. ഞാൻ സർജറി ചെയ്യാൻ പോണു, എന്റെ സർജറി കഴിഞ്ഞു, സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നു, എനിക്ക് വേദന എടുക്കുന്നു, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാലെടുത്ത് പൊക്കുമ്പോഴത്തേനും കാല് 3.5 അടിക്ക് മുകളിലോട്ട് പൊങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നാട്ടുകാർ ചോദ്യം ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ അവരെ ചോദ്യം ചെയ്തില്ലല്ലോ എന്ന് പറയുന്നതിൽ എന്ത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലല്ലോ. നമുക്ക് പറഞ്ഞിട്ടേ ആയുള്ളൂ. ഹെലൻ വന്നിട്ട് ആച്ചന്റെ കൊച്ചച്ഛനും വരെ വിളിക്കും, എന്നിട്ടും അത് മനസ്സിലാക്കാനുള്ള വിവരമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. നമുക്ക് ബാക്കിയേക്കാം. സർജറി ഇല്ല. റെനെ മെഡിസിറ്റിയില് ഡൗൺ സർജറി ചെയ്ത ട്രാൻസ് വുമൻസിനെ എനിക്കറിയാം. ഇസ് ഇറ്റ് ട്രൂത്ത്? വളരെ നല്ല കാര്യം. പക്ഷെ ഇപ്പൊ അവിടെ ആ സാധനം ഇല്ല എന്നല്ലേ ജാസി തന്നെ പറഞ്ഞത്. ജാസി ഇത് പറയുന്നുണ്ട്, നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. അപ്പോ പക്ഷെ ഞാൻ ചെയ്തത് എന്ത് സർജറി എന്ന് പറയത്തില്ല. ഞാൻ സ്ത്രീയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്തും, ജസ്റ്റ് നോ, ഇപ്പൊ റീച്ച് ചെയ്യും. അപ്പോൾ റെനെ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ഇല്ല എന്ന് പറയുമ്പോൾ റെനെ മെഡിസിറ്റിയിലെ ഡൗൺ സർജറി ചെയ്ത ട്രാൻസുകൾ ഫുൾ സർജറി ചെയ്തവരല്ലേ? അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയണമായിരുന്നു, ഇവിടെ ഡൗൺ സർജറി ഉണ്ടായിരുന്നു മുന്നേ അനന്യ അലക്സിന്റെ ഇഷ്യൂ കൂടിയിട്ട് അത് ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് പറയണമായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഡൗൺ സർജറി ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോഴും ഡൗൺ സർജറി ചെയ്യാണ്ട് ബ്രസ്റ്റ് സർജറി മാത്രം ചെയ്ത് നടക്കുന്നവരല്ലേ പുറത്തുള്ള ആൾക്കാർ വിചാരിക്കുക. ഇത് ജാസി സർജറി ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് ബൈജു ചേട്ടൻ, ഞാൻ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ എന്നെ കുരിപ്പെന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബൈജു ചേട്ടൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടേ. ഈ ചേട്ടൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു ജാസി എന്ത് സർജറി ചെയ്തെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ ഇവിടെ ഡൗൺ സർജറി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ നേരത്തെ ഡൗൺ സർജറി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡൗൺ സർജറി ഇല്ല എന്ന് പറയണമായിരുന്നു. ഒരു കാര്യം ചെയ്യ്, ജാസി നേരെ ഹോസ്പിറ്റലിൽ ചെന്നത്, ഇപ്പൊ അവരായിട്ട് നല്ല ടേംസ് ആയിരിക്കുമല്ലോ, നല്ല ടൈപ്പ് ആയിരിക്കുമല്ലോ. ആ റിസപ്ഷനിസ്റ്റോ ടെലികോളറോ അല്ലെങ്കിൽ ആരാണോ സംസാരിച്ചേ അവരെ അങ്ങ് പറഞ്ഞു വിടുക, ജോലിയിൽ അങ്ങ് തൂക്ക്. എന്നിട്ട് ജാസി അവിടെ കയറിയിട്ടിരിക്കണം. ഓരോ ആൾക്കാർ വിളിക്കുമ്പോഴത്തേനും കൃത്യമായ മറുപടികൾ കൊടുക്കണം. ഹലോ, ഇത് റെനെ മെഡിസിറ്റി അല്ലേ? അതെ, റെനെ മെഡിസിറ്റി ആണ്. ഇവിടെ നേരത്തെ ഇന്ന സർജറികളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇന്ന സർജറികളൊക്കെ ഡിസ്കണ്ടിന്യൂഡ് ആണ്. അല്ലെങ്കിൽ തിരിച്ചു പറയണം, ഇവിടെ നേരത്തെ ഇന്ന സർജറികൾ ഇല്ലായിരുന്നു, ഇപ്പൊ ഇന്ന സർജറികളുണ്ട്. ഇല്ലെങ്കിൽ നേരത്തെ ഇവിടെ വന്ന് ഈ സർജറി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പോയവര് ഇപ്പൊ തിരിച്ചു വരുമ്പോഴത്തേനും ഈ അന്ന് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും അത് മോശക്കാരാവത്തില്ലേ? അപ്പോ ആ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിട്ടിട്ട് ജാസി ആ സ്ഥാനത്ത് കയറി കൃത്യമായിട്ട് അവരെ ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രെയിനറായിട്ടെങ്കിലും പോകണം എന്നാണ് എന്റെ ഒരു ഇത്. ബാക്കി ഇതിനകത്ത് ഹെലൻ
ചെയ്ത വീഡിയോ ജാസിയുടെ അമ്മയ്ക്ക് അതീവ തീവ്രമായ വിഷമമുണ്ടാക്കി. അതുകൊണ്ട് ജാസിയുടെ മാതാവ് ഈ വീഡിയോ കാണരുതെന്ന ഡിസ്ക്ലെയിമറോടെ ഹെലൻ വീണ്ടും ഇതിന് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം പണ്ട് ടിക്ടോക്കിൽ ഗുരുജിയായിട്ടുള്ള പ്രശ്നത്തിലാണ് ഇമാതിരി കാത് പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഹെലന്റെ നിന്ന് കേട്ടിട്ടുള്ളത്. വീണ്ടും ഞാൻ കേട്ടു, എന്റെ ഹെലൻ തിരിച്ചു വന്നിരിക്കുന്നു. നമുക്ക് ഹെലൻ പറയാനുള്ള ബാക്കിയേക്കാം. ദയവ് ചെയ്തിട്ട് ജാസിയുടെ ഉമ്മാനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കാണരുത്. നിങ്ങൾക്ക് ആരെങ്കിലും ഇത് അയച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി നിങ്ങൾ കാണരുത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കാണരുതെന്ന് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇവൻ വന്നിരുന്ന് പറയാൻ പാടില്ല എന്ത് എന്റെ ഉമ്മ അത് കണ്ടു, ഉമ്മാക്ക് അത് സങ്കടം വന്നു എന്ന് പറയാൻ പാടില്ല. ഉമ്മ സോറി, ഞാനത് എന്റെ ശബ്ദം ഇനി അങ്ങോട്ടേക്ക് വളരെ മാന്യമായിട്ട് ഹെലൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉമ്മ കാണല്ലേ കേട്ടോ, ഉമ്മ ഞങ്ങളുടെ വീഡിയോ കാണല്. ഇവിടെ കൊണ്ട് ഉമ്മ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇത് നിർത്തിക്കോ. ബാക്കി മൊത്തം ഇനി ഹെലൻ പറഞ്ഞ സാധനങ്ങളാണ് ഞാൻ കേൾപ്പിക്കാൻ വന്നത്. ഹെലൻ പറഞ്ഞത് ബാക്കി നമുക്ക് കേൾക്കാം. കാരണം അത്രമേൽ എനിക്ക് വിഷമായി. അത് കണ്ട് എന്റെ ഉമ്മ അടക്കം എന്നെ വിളിച്ച് ചോദിച്ചു, ജാസി എന്തൊക്കെയാണ് ഒരു പെൺകുട്ടി പറയുന്നത്, സ്വന്തം ഉപ്പാനെ പറയുന്നത്, എന്നാൽ കബറി കിടക്കുന്ന ആൾക്ക് എന്തൊരു വിഷമാണെന്നൊക്കെ ഉമ്മ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉമ്മാനോട്, ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ച റബ്ബിന്റെ ഭാഗത്തല്ലേ, അത് പഠിച്ച റബ്ബ് നോക്കിക്കോളൂ. ജാസിയുടെ അച്ഛന് ഹെലൻ വിളിച്ചാണ് സംഭവം. ഇപ്പോ രണ്ട് തരത്തിൽ അച്ഛന് വിളിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഒന്നാമത്തെ തരത്തിലെ ആളുകൾ ചുമ്മാ വെറുതെ ഒരു കാര്യമില്ല നിന്റെ അച്ഛനെ പറടാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ചില ആൾക്കാർ മര്യാദയ്ക്ക് ഇരിക്കുമ്പോഴത്തേനും ചില ആൾക്കാർ വന്നിട്ട് ഞാൻ പരിപാടി ചെയ്ത് വിളിക്ക് നീ വിളിച്ചിട്ട് പോയാൽ മതി, ഞാൻ ഇല്ല മറ്റേ പറക്കാത്ത പരിപാടി ചെയ്തേ എന്റെ വിളിക്ക് എന്ന് പറഞ്ഞ് വിളിച്ച് കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ഏത് വിഭാഗത്തിലാണ് ജാസി പെട്ടത്? ജാസിനെ ചിന്തിച്ചോളൂ. ഹെലൻ ചുമ്മാ ഇരുന്നപ്പോ രാവിലെ ചുമ്മാ ഫോൺ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് വിളിച്ചിട്ട് അച്ഛന് വിളിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മര്യാദയ്ക്ക് ഇരുന്നൊരു പെണ്ണിനെ കാണിച്ചതിന് ശേഷം ആ പെണ്ണ് വിളിക്കരുതെന്ന് പറയുന്നതിൽ എന്ത് സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ബാക്കി കേൾക്കാം. അത് ആ പറഞ്ഞ ആളും പഠിച്ചത്. അതെ, അത് ഞാനും പടച്ച റബ്ബും നോക്കിക്കോളും, നീ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നീ അതിന്റെ ആദ്യം പറഞ്ഞൊരു കർമ്മ എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ, അതിനുള്ള ഉത്തരം എനിക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് തരാം. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നിന്റെ കൂടെ നടക്കുന്ന ആ നാറി ചെറ്റ മോൻ ഇവന്റെ ഉമ്മാനെ നീ കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ ആഷീന്റെ ഉമ്മാനെ നീ കുറെ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് പടച്ച റബ്ബ് കണ്ടതിനുള്ള ഉത്തരാണ് ഇന്ന് നിനക്ക് ഞാൻ തന്നത്. കറക്റ്റ്. അതായത് ആ ജാസി പറയുന്നത് മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണ്ടേ, ഇങ്ങനെ ദൈവതുല്യരായി കാണുന്നവരെ നമ്മളിങ്ങനെ അവഹേളിക്കാൻ പാടുണ്ടോ, ഈ ഒരു സ്റ്റൈലിലാണ് ജാസി സംസാരിക്കുന്നത്. പക്ഷെ ഇതേ ജാസിയുടെ വായിൽ നിന്ന് വർഷണങ്ങൾ കേട്ടിട്ട് ഇതിനു മുമ്പേ ഇവരുടെ കൂടെ ഇവരുടെ കൂടെ നിൽക്കേണ്ട ഉമ്മ, ഈ ആഷിയുടെ ഉമ്മയും ജാസിയുടെ ഉമ്മയൊക്കെ കാതും പുത്തി കണ്ടം വഴി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ദൈവം കൊടുത്ത കർമ്മ എന്നിലൂടെ ഞാൻ നിനക്ക് തരുന്നു എന്നാണ് ഹെലൻ പറയുന്നത്. ഈ ഹെലന്റെ മറുപടി വളരെ കിടിലം മറുപടി കേട്ടോ. ചിരിച്ച് മണ്ണ് തപ്പും. പക്ഷെ കുറച്ച് ബീപ്പൊക്കെ ഇടായിരുന്നു കേട്ടോ. പക്ഷെ ബീപ്പില്ലേലും കുഴപ്പമൊന്നുമില്ല, നല്ല ബാക്കിയല്ല. പിന്നെ ഒന്ന് ഈ തന്തയില്ലാത്ത ചെറ്റപ്പട്ടി നാറി ചേറ്റ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും, പിന്നെ മോളെ ഞാൻ സർജറി കഴിഞ്ഞു, മോക്ക് ആ സർജറി കാണണം. ഞാൻ എന്നാ കാണിച്ചോന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? പക്ഷെ മോശമായി പോയി ഹെലൻ അത് പറഞ്ഞത് മോശമായി പോയി. ഇവൻ ജാസി ന്യായീകരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഞാൻ വിളിച്ചിട്ട് എനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോഴത്തേനും ഹെലൻ ചോദിച്ചു ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ ജാസി പറഞ്ഞു നിനക്ക് കാണണോടാ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഹെലൻ പറഞ്ഞു കാണിക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചാണെന്നാണ് ജാസി പറയുന്നത്. അതിനുള്ള ആട്ടൽ മറുപടിയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഹെലൻ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല എന്നാണ് ഹെലൻ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ജാസി പറയുന്നത് ആദ്യം തുടക്കത്തില് ഹെലൻ പറഞ്ഞു എന്ന് പറയുന്നു, നിങ്ങളെന്നാ സുഖം പ്രാപിക്കട്ടെ എന്ന് ഹെലൻ പറഞ്ഞു എന്ന് പറയുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഈ തുണി പൊക്കി എന്ന് പറയരുതെന്ന് ജാസി പറഞ്ഞിട്ടുണ്ട്. തുണി ഊരൽ പ്രക്രിയ നടന്നത് മനസ്സിലായോ? തുണി ഇങ്ങനെ രണ്ട് ബട്ടൺ വെച്ചിട്ട് ഇങ്ങനെ ഊരിയതാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇങ്ങനെ ആണുങ്ങളാണെന്ന് സംശയം ചോദിക്കുമ്പോഴത്തേനും അതേപോലത്തെ ഒരു സെറ്റപ്പാണ് പറയുന്ന സെറ്റപ്പ്. ഹെലന്റെ ചീത്ത ഇതാക്കിയേക്കാം. എന്നോട് എപ്പോഴാണ് ചോദിച്ചത് മോക്ക് കാണണോ? അപ്പൊ ഞാൻ നിന്നോട് കാണണം എന്ന് പറഞ്ഞോ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് ഒറ്റ തന്തയുള്ളൂ, KR രാജേഷ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്നാ എനിക്ക് വിശ്വാസമില്ല, നിങ്ങൾ സർജറി ചെയ്തത് ഡൗൺ ആണോ പിന്നെ ബ്രസ്റ്റ് ആണോ എന്ന് എനിക്ക് സർജറി ചെയ്ത് എനിക്ക് അറിയില്ല, എനിക്കൊന്ന് കാണണം, ഞാൻ പറയില്ല ഒരിക്കലും. ഈ മോതിരി തോന്നിയ സാറിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഈ കാണുന്ന ഓൺലൈൻ മീഡിയാസിലുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലാത്തവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അല്ല പിന്നെ ഞാനിങ്ങനെ എന്റെ മോണിറ്റൈസേഷൻ ചിന്നു ഹെലൻ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നല്ലേ?
അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവബഹുലമായ സംഭവങ്ങൾ. തുണി പൊക്കി കാണിക്കാൻ പറഞ്ഞിട്ടാണ് കാണിച്ചതെന്ന് ഒരാള്, തുണി പൊക്കണ്ടെന്ന് ഈ പൊക്കലല്ല, തുണി ഊരി കാണിക്കട്ടെ എന്നൊരാളും തുണി ഊരി കാണിക്കുന്ന ഒരാളും പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് കുറെ നാളുകൊണ്ട് ഈ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ഇതിപ്പോ എന്തായാലും ഹേലൻ കണ്ടത് കണ്ട് ഇനിയിപ്പോ ആർക്കും ഒരു സംശയമില്ലെന്ന് പറഞ്ഞാല് ഇല്ലേ, ഹേലൻ കണ്ടത് നിങ്ങൾ എല്ലാത്തിനും പുള്ളിക്കാരി ജാസി വിളിച്ച് കാണിക്കും. ഇതാണ് ഒരു സംഭവം. ജാസിയോട് പറയാനുള്ള സാധനം, നിങ്ങൾ ഒരു സാധനം ചെയ്യുമ്പോഴത്തേനും സത്യസന്ധമായി ചെയ്യുക. നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഏറി കയറി അത് ബഹിരാകാശത്ത് പോയി തിരിച്ചിറങ്ങാൻ പറ്റാതായി മാനത്ത് നോക്കി ഊഞ്ഞാലടിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥ വരുന്നത്. ഏതായാലും ചൊറിഞ്ഞ ആള് മാറിപ്പോയി. ഹെലനെ ചൊറിയാൻ പാടില്ലായിരുന്നു എന്നൊരു സാധനം ഇപ്പൊ ഇല്ലേ? ഉണ്ട്, എനിക്കറിയാം, ഉണ്ട്. ഞാൻ പഠിച്ചൊരു പാഠമുണ്ടല്ലോ, ചത്താലും ഹെലനെ ചൊറിയരുത്. എന്റെ പൊന്നടാവേ, ഹെലനെ ചൊറിഞ്ഞാൽ തീർന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റുകളെ രേഖപ്പെടുത്തി മറ്റൊരു കാണുന്നത്.